Good morning. Am I audible? Good morning. Okay. Board ഒന്ന് കാണുന്നുണ്ടോന്ന് പറയണേ. കാണാൻ പറ്റുന്നു. Okay. കാണാമോ അത്? എത്ര ക്ലിയർ ഉണ്ട്? One second. ഈ പോർഷനിൽ എഴുതിയ കാണാൻ നോക്കും. ഇല്ല? ക്ലാരിറ്റി ഇല്ലാത്ത പോലെ കാണുന്നു. ബ്ലറായി. ഇത് ക്ലിയർ ആണോ? ഇല്ല. ഇപ്പം വലിയ കുഴപ്പമില്ല, ഇടയ്ക്ക് പക്ഷെ ബ്ലർ ആവും. ഓക്കെ, ഇടയ്ക്ക് ബ്ലർ ആവുകയാണെങ്കിൽ പറഞ്ഞു. ഓക്കെ. ചേച്ചിയുടെ വലുതായിട്ട് എഴുതിയാൽ കാണാൻ പറ്റുമായിരിക്കും. ആ ശരി, നോക്കാം. എന്താ ശ്രീപ്രസാദ്? അല്ല, മറ്റേ ബോർഡിലെ ഞാൻ ഇപ്പൊ എന്റെ വീട്ടിലാണ് പറയാ. ഓക്കെ, okay. So last class we discussed about the storage allocation strategies. ഏതൊക്കെയാണ്? static allocation, stack allocation and heap allocation. Okay, so what is static allocation? Static allocation എന്താണ്? റൺ ടൈമിൽ അതിന്റെ ലൈവായിട്ട് പ്രൊസീജിയർ ഡീറ്റെയിൽസ് അവൈലബിൾ ആയിരിക്കും. അതായത് ഇറ്റ് ഇസ് നോർമലി ആ സ്റ്റോറേജിന്റെ എല്ലാ ഡീറ്റെയിൽസും എപ്പോഴാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഡ്യൂറിങ് കമ്പൈൽ ടൈം തന്നെ കാൽക്കുലേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഈച്ച് ആൻഡ് എവറി പ്രൊസീജിയർ ഇസ് അസോസിയേറ്റഡ് വിത്ത് സ്റ്റോറേജ്. ഓക്കെ, ഒരു ഫംഗ്ഷൻ ആണെങ്കിലും ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സ്റ്റോറേജ്. ആ സ്റ്റോറേജിന്റെ എല്ലാ പ്രോസസ്സും എപ്പോഴായിരിക്കും കമ്പ്യൂട്ട് ചെയ്യുന്നത്? ഇറ്റ് ഇസ് കമ്പ്യൂട്ടഡ് ഡ്യൂറിങ് കമ്പൈൽ ടൈം. ഓക്കെ, സോ സ്റ്റാക്ക്. അപ്പം ഇതിൽ വരുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മെയിൻലി എന്താണ്? റിക്കർസീവ് പ്രൊസീജിയേഴ്സ് വരുമ്പോൾ ഇറ്റ്സ് ക്വൈറ്റ് ഡിഫിക്കൽട്ട് ഇൻ സ്റ്റാറ്റിക് അലൊക്കേഷൻ. ഓക്കെ, സോ ദെൻ കംസ് എന്താണ്? സ്റ്റാക്ക് അലൊക്കേഷൻ. സ്റ്റാക്ക് അലൊക്കേഷനിൽ റൺ ടൈമിൽ വി ക്യാൻ ഡിറ്റർമൈൻ എന്താണ്? സ്റ്റോറേജിന്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് റൺ ടൈമിൽ അലോട്ട് ചെയ്യാം. ബട്ട് ഹിയർ ഈച്ച് ആൻഡ് എവറി പെർട്ടിക്കുലർ പ്രൊസീജിയർ activate ചെയ്യുമ്പോൾ it creates an activation record. Okay, so ഒരു ആക്ടിവേഷൻ റെക്കോർഡ് നമ്മൾ സ്റ്റാക്കിലോട്ട് സ്റ്റോർ ചെയ്യും. ആക്ടിവേഷൻ റെക്കോർഡിൽ we have എന്താണ്? ഒരു 7 elements ഉണ്ട്. that is temporary local data, saved machine status, optional access link, control link, actual parameters and return value. ഓക്കെ, സോ ഇത്രയും ഡീറ്റെയിൽസ് ഉള്ള ഒരു റെക്കോർഡ്, അതായത് ആ പ്രൊസീജിയറിനെ കുറിച്ച് ഒരു റെക്കോർഡായിരിക്കും എവിടെ സ്റ്റോർ ചെയ്യുന്നത്? സ്റ്റാക്കിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൽ വരുന്ന വിഷയം എന്താണ്? ഒരു പെർട്ടിക്കുലർ പ്രൊസീജിയർ വേറൊരു പ്രൊസീജിയർ കോൾ ചെയ്യുമ്പോൾ ദാറ്റ് പ്രൊസീജിയർ ദാറ്റ് ഇസ് കോൾഡ് പ്രൊസീജിയർ. ഇറ്റ് ഈസ് കോൾഡ് പ്രൊസീജിയർ ആൻഡ് calling procedure. Calling procedure is a procedure which calls എന്താണ്?
ഒരു പെർട്ടിക്കുലർ പ്രൊസീജിയറെ കോൾ ചെയ്യും. ആ കോൾ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ റെക്കോർഡിന്റെ അകത്തുണ്ടാവും, നമ്മുടെ സ്റ്റാക്കിന്റെ അകത്തുണ്ടാവും. ദെൻ കോൾഡ് പ്രൊസീജിയറിന്റെ ഡീറ്റെയിൽസും ഏതിലുണ്ട്, നമ്മുടെ സ്റ്റാക്കിലാണ് നമുക്ക് കിട്ടുന്നത്. സ്റ്റാക്കിൽ നമുക്ക് കിട്ടുന്നത് ലൈവായിട്ട് ആ ടൈമിൽ ഏതൊക്കെ പ്രൊസീജിയർ ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ദോസ് പ്രോസസ് വിച്ച് ആർ എക്സിക്യൂട്ടിങ്. ഓക്കെ, ആ ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്ക് എവിടെ നിന്ന് കിട്ടുക, സ്റ്റാക്കിൽ നിന്ന് നമുക്ക് കിട്ടുക. ഓക്കെ, വൺസ് ഒരു പെർട്ടിക്കുലർ പ്രൊസീജിയർ വരുമ്പോൾ ദാറ്റ് പ്രൊസീജിയർ, അത് ആ പ്രൊസീജിയറിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എവിടെയായിരിക്കും, സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്തിട്ടുണ്ടാവും. സ്റ്റാക്കിൽ നിന്ന് നമുക്ക് ആ ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യാം. ഓക്കെ, സോ വൺസ് ആഫ്റ്റർ ആ എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സ്റ്റാക്കിൽ നിന്ന് അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കോപ്പി ചെയ്യും. ഓക്കെ, സോ ഇങ്ങനെയാണ് ഏത് അലൊക്കേഷനിൽ പെർഫോം ചെയ്യുന്നത്, സ്റ്റാക്ക് അലൊക്കേഷനിൽ പെർഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ ഇപ്പൊ ഒരു പെർട്ടിക്കുലർ പുതിയൊരു പ്രൊസീജിയർ വന്നെന്ന് വെച്ചോ. ഒരു പുതിയ പ്രൊസീജിയർ വരുമ്പോ so first it has ഒരു സ്റ്റാക്കിൽ അതിന്റെ ആക്ടിവേഷൻ റെക്കോർഡ് ഉണ്ടാവും, പാരാമീറ്റർ ആൻഡ് റിട്ടേൺ വാല്യൂ. So this is the activation record of the calling procedure, parameter and return value, control link, and temporaries and local data. Temporaries and local data. Here, this is a pointer, top SP. Okay, so top SP points to the current. ഇപ്പൊ നമ്മൾ സ്റ്റാക്കിലോട്ട് റീസെന്റ് ഇൻസേർട്ട് ചെയ്ത ആക്ടിവേഷൻ റെക്കോർഡിനെ ആയിരിക്കും പോയിന്റ് ചെയ്യുക. It points to the activation record which is recently inserted into the stack. Okay, ആ 7 എലമെന്റ്സിനെയാണ് നമ്മൾ ഷോർട്ട് ആയിട്ട് എന്താ എഴുതിയിട്ടുള്ളത്, പാരാമീറ്റർ ആൻഡ് റിട്ടേൺ വാല്യൂ, കൺട്രോൾ ലിങ്ക്, ടെമ്പററീസ് ആൻഡ് local data. Okay, so this is the caller procedure. Is it clear? Board clear ആണോ? ഇടയ്ക്ക് ക്ലിയർ അല്ല മിസ്സേ, ചിലപ്പോ ക്ലിയർ ആവും. ഓക്കെ, ഇടയ്ക്ക് കട്ട് ആവുന്നുണ്ട്, വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ഇടയ്ക്കുണ്ടായിരുന്നു, ഇപ്പം ആണോ? ഓക്കെ, എന്തെങ്കിലും ടെക്സ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടേക്ക് കേട്ടാ, റേഞ്ചിന്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, സോ ദാറ്റ് ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും, അതായത് ഒരു കോളർ മാത്രം ഉള്ളപ്പോൾ സ്റ്റാക്കിൽ ആ ആക്ടിവേഷൻ റെക്കോർഡ് ഉണ്ട്, പ്ലസ് എന്താണ് ടോപ്പ് SP വിച്ച് പോയിന്റ്സ് ടു ദി കറന്റ് ആക്ടിവേഷൻ റെക്കോർഡ്. ഓക്കെ, നൗ വെൻ ദ കോളർ കോൾസ് ഏത് പ്രോഗ്രാം, നമ്മുടെ ഒരു അനദർ പ്രോഗ്രാം. ഓക്കെ, സോ ഈ പ്രോഗ്രാം കോളിംഗ് പ്രോഗ്രാം വിച്ച് കോൾസ് അനദർ പ്രോഗ്രാമിനെ കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ നമ്മൾ ആ സ്റ്റെപ്സ് പറഞ്ഞായിരുന്നു. ദ കോളർ ഇവാലുവേറ്റ്സ് എന്താണ് ദി ആക്ച്വൽ പാരാമീറ്റേഴ്സ്, ദെൻ എന്ത് ചെയ്യും, ഇറ്റ് സ്റ്റോർസ് ദി റിട്ടേൺ അഡ്രസ് ആസ് വെൽ ആസ് ദി ഏതാണ് ഓൾഡ് വാല്യൂ ഓഫ് ടോപ്പ് SP ഇൻടു ദി കോളീസ് ആക്ടിവേഷൻ റെക്കോർഡ്. ഏത് പ്രോഗ്രാം ആണോ കോൾ ചെയ്യുന്നത് അതിന്റെ കൺട്രോൾ ലിങ്കിൽ വി യൂസ് ടു സ്റ്റോർ എന്താണ്, ഈ അഡ്രസ് ആയിരിക്കും സ്റ്റോർ ചെയ്യുക. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? Is it clear? അതെ. ഓക്കെ, അപ്പം ഈ കൺട്രോൾ ലിങ്കിൽ എന്തായിരിക്കും സ്റ്റോർ ചെയ്യുക, വിച്ച് സ്റ്റോർസ് എന്താണ് ദി
കോളർ പ്രോഗ്രാമിന്റെ അഡ്രസ് ആയിരിക്കും. അതായത് ഈ ഇപ്പൊ കറണ്ട് ആയിട്ടുള്ള ടോപ്പ് എസ് പിയുടെ അഡ്രസ് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, ആൻഡ് ഓൾസോ എന്താണ്, ഇറ്റ് ഇവാലുവേറ്റ്സ് ദി ആക്ച്വൽ പാരാമീറ്റേഴ്സ്, പാസ് ചെയ്യുന്ന ആക്ച്വൽ പാരാമീറ്റേഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യും. ദെൻ അതിന്റെ മിഷൻ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റോർ ചെയ്യും. കൺട്രോൾ ലിങ്ക് മാത്രമല്ല, സേവ്ഡ് മിഷൻ സ്റ്റാറ്റസ് ഒക്കെ ഇവിടെ സ്റ്റോർ ചെയ്തിട്ട് ആ അഡ്രസ് എവിടെ പോയിന്റ് ചെയ്യും, ഇവിടേക്ക് പോയിന്റ് ചെയ്യും. ഓക്കെ, ദെൻ the callee saves the register value and other status information store ചെയ്യും. Then എന്താണ്, the callee initializes its local data and begins its execution. Okay, അതിന്റെ local data and temporaryയിലേക്ക് ആ valuesനെ initialize ചെയ്തിട്ട് it starts its execution. Okay, parameter and return value. Okay, so normally or now the top SP points to ഏതിനെ പോയിന്റ് ചെയ്യും, നമ്മുടെ ഇപ്പോഴത്തെ callee പ്രോഗ്രാമിനെ ആയിരിക്കും പോയിന്റ് ചെയ്യുക. Okay, is it clear? ക്ലിയർ ആണോ? ഇതെന്താണ്, നമ്മുടെ callee പ്രോഗ്രാമിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ ആണോ? കോൾ ചെയ്യുന്ന പ്രൊസീജിയർ എക്സിക്യൂട്ട് ചെയ്തിട്ട് പിന്നെ എന്ത് വരുന്നു? ഏത്? ഇപ്പൊ ഈ പ്രൊസീജിയർ എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം അല്ലേ? ഓക്കെ, ഇപ്പൊ എന്താണ്, ഇപ്പൊ ഏതൊക്കെ പ്രോസസ് ആണ് എക്സിക്യൂഷനിൽ, ഏതൊക്കെ പ്രൊസീജിയർ ആണ് എക്സിക്യൂഷനിലുള്ളത്? ബോത്ത് പ്രൊസീജിയർ ഓർ എക്സിക്യൂഷൻ ആണ് അല്ലെ? ഇപ്പൊ നമ്മൾ കറന്റ്ലി നമ്മുടെ സ്റ്റാക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ 2 ആക്ടിവേഷൻ റെക്കോർഡാണ് സ്റ്റാക്കിലുള്ളത്, വിച്ച് മീൻസ് ദാറ്റ് both the procedure are in execution. Okay, so once ഈ execution complete ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സ്റ്റെപ്സ് പെർഫോം ചെയ്യേണ്ടത്? ഇപ്പൊ നമ്മൾ ഒരു പ്രോഗ്രാമിനെ കോൾ ചെയ്തിട്ടുണ്ട്, ഒരു പ്രൊസീജിയറിനെ കോൾ ചെയ്തിട്ടുണ്ട്. സോ ഇത് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഓക്കെ, സോ നോർമലി ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ പെർഫോം ചെയ്യുക? അതിൽ എന്തെങ്കിലും വാല്യൂ ഉണ്ടെങ്കിൽ അത് നമ്മൾ റിട്ടേൺ ചെയ്യും അല്ലെ? വാല്യൂ ഉണ്ടെങ്കിൽ അത് റിട്ടേൺ ചെയ്യും. ഓക്കെ, സോ ഇവിടെയും എന്താണ്, ആ പാരാമീറ്റർ റിട്ടേൺ വാല്യൂ എവിടെയാണോ റിട്ടേൺ ചെയ്യേണ്ടത് ആ പ്രോസസ് ആദ്യം ആര് പെർഫോം ചെയ്യും? the callee performs. the callee places the return value next to the parameters. Okay, ആ റിട്ടേൺ വാല്യൂ പ്ലേസ് ചെയ്യും. ഫസ്റ്റ് സ്റ്റെപ്പ്, വൺസ് എന്താണ് the called program എക്സിക്യൂഷൻ ഫിനിഷ് ചെയ്യുമ്പോൾ it places the return value ഫസ്റ്റ് പ്ലേസ് ചെയ്യും. then എന്താണ് വീണ്ടും നമുക്ക് ഏതിലോട്ടാണ് പോകേണ്ടത്? വീണ്ടും we need to move to the ഫസ്റ്റ് പ്രൊസീജിയറിലേക്ക് മൂവ് ചെയ്യണം. സോ ഫസ്റ്റ് പ്രൊസീജിയറിന്റെ അഡ്രസ് ആണ് ഇവിടെ ഉള്ളത് അല്ലെ? ഈ കൺട്രോൾ ലിങ്കിൽ എന്താണുള്ളത്? ദിസ് കൺട്രോൾ ലിങ്ക് പോയിന്റ്സ് ടു എന്താണ്? പോയിന്റ്സ് ടു ദി അഡ്രസ് ഓഫ് ദി പ്രൊസീജിയർ. ഇത് ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്ക് മൂവ് ചെയ്യേണ്ട അഡ്രസ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, സോ ആ അഡ്രസ് റെഫർ ചെയ്തിട്ട് ഇറ്റ് മൂവ്സ് ടു എന്താണ്? It's returned to the procedure which is called. ആ calling പ്രോഗ്രാമിലേക്ക് it returns. Okay, is it clear? മനസ്സിലായി. ഓക്കെ, ഇനി ഇത് റിട്ടേൺ ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ എന്തിനെ ഡിക്രിമെന്റ് ചെയ്യണം? ടോപ്പിനെ ഡിക്രിമെന്റ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ടോപ്പിനെ ഇൻക്രിമെന്റ് ചെയ്ത് we have placed the activation record. ഇപ്പൊ പുതിയതായിട്ട് വന്ന പ്രൊസീജിയറിന്റെ ആക്ടിവേഷൻ റെക്കോർഡ് നമ്മൾ സ്റ്റാക്കിലോട്ട് സ്റ്റോർ ചെയ്തു. സോ വൺസ് ആഫ്റ്റർ ഫിനിഷിംഗ് എന്താണ് ഈ എക്സിക്യൂഷൻ, ടോപ്പ് എസ് പി എന്ന് പറയുന്ന ഈ പോയിന്ററിന്റെ വാല്യൂ ഡിക്രിമെന്റ് ചെയ്യുക. ആൻഡ് നൗ ഇറ്റ് പോയിന്റ്സ് ടു ഏതായിരിക്കും? ടോപ്പ് എസ് പി. Is it clear? Clear ആണോ? So once the called program finishes its execution, it returns the result, return value perform ചെയ്യും. And then again it refers to the control link. Control linkൽ ഏതാണ് അഡ്രസ് ഉള്ളത്? Which refers to the address of the called program. calling പ്രോഗ്രാമിന്റെ അഡ്രസ് ആയിരിക്കും ഉണ്ടാവുക. ആ അഡ്രസ് വെച്ചിട്ട് it moves to എന്താണ്? The called പ്രോഗ്രാമിലേക്ക് മൂവ് ചെയ്യും. കോളിംഗ് ആ ഏത് പ്രോഗ്രാം ആണോ കോൾ ചെയ്ത് ആ പ്രോഗ്രാമിലേക്ക് മൂവ് ചെയ്യും. ദെൻ എന്താണ് ചെയ്യുക? ഈ ടോപ്പ് എസ് പി എന്ന് പറയുന്ന ഈ പോയിന്ററിനെ ഡിക്രിമെന്റ് ചെയ്തിട്ട് ഇറ്റ് അഗെയിൻ പോയിന്റ്സ് ടു ദി ആക്ടിവേഷൻ റെക്കോർഡ് ഓഫ് ദി ഏത് പ്രോഗ്രാം? കോളിംഗ് പ്രോഗ്രാം. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? അത്
അപ്പൊ ഇത് ഉണ്ടാവില്ല. ഏത് മാത്രമായിരിക്കും ഉണ്ടാവുക? എക്സിക്യൂഷൻ ഫിനിഷ് ചെയ്യുമ്പോൾ നേരത്തുള്ള ഇത് മാത്രം, ഫസ്റ്റ് നമ്മൾ ചെയ്ത് മാത്രമായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? അതെ. Okay. Okay. So the next heading is variable length data on the stack. Okay, so the next heading is variable length data on the stack. Variable length data on the stack. So നേരത്തെ പറഞ്ഞ എന്താണ്? റൺ ടൈമിൽ നമുക്ക് സ്റ്റോറേജ് അലോട്ട് ചെയ്യാനും ബാക്കിയുള്ള പ്രൊവിഷൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ പറ്റുന്ന പറഞ്ഞത് ഇതിൽ സ്റ്റാക്ക് വെച്ചിട്ട്. ബട്ട് വേരിയബിൾ ലെങ്ത് ഡാറ്റ എന്ന് പറയുമ്പോൾ ഇൻ കേസ് അറേസ് ഒക്കെയാണ് വരുന്നെങ്കിൽ അറേനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാൻ ഉള്ള പ്രൊവിഷൻ ഇല്ല. സോ ഇൻസ്റ്റഡ് എന്ത് ചെയ്യണം? അറേക്ക് പകരം ഒരു പോയിന്റർ ക്രിയേറ്റ് ചെയ്തിട്ട് അറേനേക്ക് അത് പോയിന്റ് ചെയ്യിപ്പിക്കുക. ഓക്കെ, നോർമലി നമ്മുടെ ടെമ്പററി ഡാറ്റ അല്ലെങ്കിൽ എന്താണ് ലോക്കൽ ഡാറ്റയിൽ അറേ ആണ് വരുന്നെങ്കിൽ അറേനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിൽ സ്റ്റോർ ചെയ്യാനുള്ള പ്രൊവിഷൻ ഇല്ല. സോ എന്ത് നമുക്ക് ചെയ്യാം? അതിന് പകരം അറേനെ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്തിട്ട് അതിനൊരു പോയിന്റർ ക്രിയേറ്റ് ചെയ്ത് പോയിന്റർ ആയിരിക്കും എവിടെ ഉണ്ടാവുക? നമ്മുടെ ലോക്കൽ ഡാറ്റ ടെമ്പററീസിൽ ഉണ്ടാവുക. ഇസ് ഇറ്റ് ക്ലിയർ? Okay, so listen. If ഇപ്പൊ നമ്മുടെ നോർമൽ ഒരു പ്രൊസീജിയർ കോൾ ചെയ്യുമ്പോൾ ഇറ്റ് ഹാസ് ആൻ ആക്ടിവേഷൻ റെക്കോർഡ്. ഇറ്റ് ക്രിയേറ്റ്സ് ആൻ ആക്ടിവേഷൻ റെക്കോർഡ്. ആക്ടിവേഷൻ റെക്കോർഡ് ഇപ്പൊ ബാക്കിയുള്ളതൊക്കെ ഉണ്ടെന്ന് വെച്ചോ, പാരാമീറ്റർ അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടെന്ന് വെച്ചോ. കൺട്രോൾ ലിങ്ക് control link okay, then അത് റെഫർ ചെയ്യുന്ന ഡാറ്റ എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഇസ് അറേ ആണെങ്കിൽ അറേ എ ബി സി അങ്ങനെ 2-3 അറേസ് റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഓരോ അറേക്കും ഒരു പോയിന്റർ ക്രിയേറ്റ് ചെയ്യാം. പോയിന്റർ ടു എ എന്ന് പറയുന്ന അറയിലേക്ക് ഒരു പോയിന്റർ. ബാക്കി എല്ലാ ഫീൽഡ്സും ഉണ്ട് കേട്ടോ. ഇത് വേരിയബിൾ ലെങ്ത് ഡാറ്റ വരുമ്പോഴുള്ള കേസ് മാത്രമാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് അറേ എ. സോ ഇറ്റ് റെഫേഴ്സ് ടു ദിസ് ലൊക്കേഷൻ. അറേനെ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്തിട്ട് അതിലേക്ക് പോയിന്റ് ചെയ്യിപ്പിക്കാം. അറേ ബി. ഓക്കെ, ബാക്കിയുള്ള ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഉണ്ടാവും. ബാക്കി എല്ലാ ഫീൽഡ്സും അതുപോലെ ഉണ്ടാവും. ബട്ട് വൺസ് ഒരു വേരിയബിൾ ലെങ്ത് ഡാറ്റയാണ് വരുന്നെങ്കിൽ ആ വേരിയബിൾ ലെങ്ത് ഡാറ്റയെ സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്തിട്ട് അതിലേക്ക് ഒരു ലിങ്ക് ആയിരിക്കും എവിടെ ഉണ്ടാവുക? നമ്മുടെ ലോക്കൽ ഡാറ്റ ആൻഡ് ടെമ്പററീസിൽ ഉണ്ടാവുക. ഓക്കെ, സോ ദിസ് ഇസ് എന്താണ്? ആക്ടിവേഷൻ റെക്കോർഡ്. ആക്ടിവേഷൻ റെക്കോർഡ് ഇപ്പൊ പി ആക്ടിവേഷൻ റെക്കോർഡ് ഓഫ് പി. ഓക്കെ, സോ ദിസ് റെപ്രസെന്റ് ആണ് ദി ഇതിലേക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, നൗ if P
കോസസ് എന്താണ്? ക്യൂ എന്നൊരു പ്രൊസീജിയറിൽ കോൾ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? എപ്പോഴും ഏത് പ്രോഗ്രാമിനെയാണ് കോൾ ചെയ്യുന്നത്? ഡാറ്റ പ്ലേസ് ഇമീഡിയറ്റ്ലി അതിന്റെ അതിന്റെ അടുത്ത ലൊക്കേഷൻസിലായിരിക്കും പ്ലേസ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ ഓക്കെ. സോ ആ പ്രൊസീജിയർ ക്യൂനെയാണ് കോൾ ചെയ്യുന്നതെങ്കിൽ ക്യൂയുടെ ആക്ടിവേഷൻ റെക്കോർഡ് ആയിരിക്കും ഉണ്ടാകും. ക്യൂയുടെ ആക്ടിവേഷൻ റെക്കോർഡ്. Control link for activation record of queue. If P എന്ന് പറയുന്ന procedure, if it calls queue ആണെങ്കിൽ then queueയുടെ activation record ആയിരിക്കും ഉണ്ടാവുക. Okay, so he uses 2 pointers, top SP and top എന്ന് പറഞ്ഞിട്ട് 2 pointers ആണ് യൂസ് ചെയ്യുക. ക്ലിയർ അല്ലേ മിസ്സേ? വോയിസ് ആണോ? ബോർഡ് ബോർഡ് ഇവിടെ നല്ല റേഞ്ച് ആണല്ലോ നാട്ടിൽ. ഇപ്പൊ ക്ലിയർ ആണോ? ഇടയ്ക്ക് ഇത് ക്ലാരിറ്റി പോകുന്ന പോലെ ബ്ലറായിട്ട് വരും, ഇടയ്ക്ക് കാണാൻ പറ്റും. ആണോ? ഓക്കെ, എന്തെങ്കിലും കാണുന്നില്ലെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി, ഞാൻ പറയാം. ഓക്കെ, സോ ദിസ് എന്താണ്? ആക്ടിവേഷൻ റെക്കോർഡ് ഓഫ് നെക്സ്റ്റ് പ്രൊസീജിയർ ആണ്. ഹിയർ യൂസസ് 2 പോയിന്റേഴ്സ്, വൺ ഇസ് ടോപ്പ് എസ് പി ആൻഡ് ടോപ്പ്. 2 പോയിന്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്, ടോപ്പ് എന്നും ടോപ്പ് എസ് പി. ടോപ്പ് എസ് പി. ഓക്കെ, ഹിയർ ടോപ്പ് പോയിന്റ്സ് ടു the position of next activation record. ഇപ്പൊ കറണ്ട് ആയിട്ടുള്ള ആക്ടിവേഷൻ റെക്കോർഡിനെ ആയിരിക്കും എന്ത് പോയിന്റ് ചെയ്യുന്നത്? ടോപ്പ് എന്ന് പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, ടോപ്പ് പോയിന്റ്സ് ടു ദി നെക്സ്റ്റ് ആക്ടിവേഷൻ റെക്കോർഡ്. ഓക്കെ, നോർമലി നമ്മൾ സ്റ്റാക്കിൽ അടുത്തുള്ള എലമെന്റ് ആയിരിക്കും എന്ത് പോയിന്റ് ചെയ്യുന്നത്? ടോപ്പ് എന്നുള്ളത് പോയിന്റ് ചെയ്യുന്നത്. ആൻഡ് ടോപ്പ് എസ് പി പോയിന്റ്സ് ടു ദി ഫൈനൽ ലോക്കൽ ഡാറ്റ. ഓക്കെ, ലോക്കൽ ഡാറ്റ സെപ്പറേറ്റ് ആയിട്ടാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. സോ ആ ലോക്കൽ ഡാറ്റയുടെ ഫൈനൽ പോയിന്റിനെ റെപ്രസെന്റ് ചെയ്യാനാണ് ടോപ്പ് പോയിന്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ടോപ്പ് പോയിന്റ്സ് ടു ദി ഫൈനൽ ലോക്കൽ ഡാറ്റ. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? കൺസെപ്റ്റ് ക്ലിയർ ആണോ? കൺസെപ്റ്റ് ക്ലിയർ ആണോ? അത് വേരിയബിൾ ലെങ്ത് ഡാറ്റ, ജോസ്വിൻ? കുഴപ്പമില്ല മിസ്, പ്രോബ്ലം ഇല്ല മിസ്. ഓക്കെ, ക്ലിയർ ആണോ? കൺസെപ്റ്റ് മനസ്സിലായോ? മിസ് എന്റെ നെറ്റ് ഇത്തിരി കട്ടായി പോണ, കുഴപ്പമില്ല, കേട്ടാ. ആണോ? ഓക്കെ, സോ ദ നെക്സ്റ്റ് ഇസ് dangling reference. Dangling reference.
ഓക്കെ, സോ ആസ് സെഡ് ഏർലിയർ എന്താണ്, നോർമലി ഒരു പെർട്ടിക്കുലർ പ്രൊസീജിയർ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ once it finishes its execution, സ്റ്റാക്കിൽ നിന്ന് we used to remove that particular എന്താണ് അതിന്റെ ആക്ടിവേഷൻ റെക്കോർഡിനെ റിമൂവ് ചെയ്യും. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? സോ ഡാംഗ്ലിംഗ് റെഫറൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ റെഫർ ചെയ്യുന്ന ആ പെർട്ടിക്കുലർ ലൊക്കേഷൻ, ആ റെഫർ ചെയ്യുന്ന പെർട്ടിക്കുലർ ഇത് ഓൾറെഡി അവിടെ ഇല്ലെങ്കിൽ, ഓക്കെ, റെഫർ ചെയ്യുന്ന ലൊക്കേഷൻ ഇഫ് ഇറ്റ് ഇസ് ഡീഅലക്കേറ്റഡ്, ഡീഅലക്കേറ്റഡ് ആണെങ്കിൽ ആ പെർട്ടിക്കുലർ ലൊക്കേഷൻ നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ കേസസിനെയാണ് ഡാംഗ്ലിംഗ് റെഫറൻസ് എന്ന് പറയാം. ഓക്കെ, സോ അങ്ങനത്തെ കേസസിനെയാണ് ഡാംഗ്ലിംഗ് റെഫറൻസ് എന്ന് പറയാം. ഓക്കെ, സോ കൺസിഡർ ആൻ എക്സാമ്പിൾ. സോ വോയിസ് ക്ലിയർ ആണോ? വോയിസ് കേൾക്കാം സർ. ഓക്കെ, സോ കൺസിഡർ ആൻ എക്സാമ്പിൾ. ഡാംഗ്ലിംഗ് it's a pointer variable. T is equal to dangle of it calls the function dangle int star dangle int I is equal to 40, return ampersand I. Return ampersand I. Okay, സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? അരവിന്ദ് അരവിന്ദ് ആ Can anyone explain? ഈ പ്രോഗ്രാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അർജുൻ? ഡാംഗ്ലിംഗ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. അവിടെ ഒരു പോയിന്ററിനെ ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കാണാൻ പറ്റുന്നില്ല. ഡാംഗ്ലർ ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻ കോൾ ആണ്. ഫംഗ്ഷൻ കോൾ. പിന്നെ ഈ ഫംഗ്ഷനെ തന്നെ ഒരു മാറ്റിയിട്ട് ഫംഗ്ഷൻ കോൾ പെർഫോം ചെയ്യുമ്പോൾ അഗൈൻ ഇത് കോൾ ബൈ റെഫറൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? കോൾ ബൈ റെഫറൻസ് ആണ് അല്ലെ? കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ്. ഇവിടെ യൂസ് ചെയ്യുന്ന എന്താണ്? കോൾ ബൈ റെഫറൻസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഹിയർ എന്താണ്? ഫംഗ്ഷൻ കോൾ ചെയ്തു. ഫംഗ്ഷനിൽ int I is equal to 40 and return ampersand I. എന്താണ് അവിടെ റിട്ടേൺ ചെയ്യുന്നത്? ആംപർസാൻഡ് I. ഐയുടെ അഡ്രസ് ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ഐയുടെ അഡ്രസ് ആണ് ഇവിടെ റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, സോ വൺസ് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? First we used to create the activation record for function dangling.
ദെൻ എന്താണ് ഡാങ്കിൾ എന്നുള്ള ഫംഗ്ഷനിലുള്ള ആക്ടിവേഷൻ റെക്കോർഡ് ഉണ്ടാവും അല്ലെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ. ഓക്കെ, നൗ പി എന്നുള്ള ഫംഗ്ഷൻ, പി എന്നുള്ള പോയിന്റ് ടെസ്റ്റ് എന്താണ്, ഐ എന്നൊരു വേരിയബിൾ, ഐയുടെ അഡ്രസ് ലെറ്റ് ഇറ്റ് ബി 1000, ഐയുടെ അഡ്രസ് ബി 1000. ഓക്കെ, സോ നൗ എന്താണ് ഡാങ്കിൾ എന്നുള്ള ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്താണ് റിട്ടേൺ ചെയ്യുന്നത്, 1000 എന്നുള്ള അഡ്രസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുക. ഓക്കെ, ഡാങ്കിൾ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഇറ്റ് വിൽ റിട്ടേൺസ് ദി അഡ്രസ്. എന്താണ് റിട്ടേൺ ചെയ്യുന്നത്, 1000 എന്നുള്ള അഡ്രസ് ആയിരിക്കും റിട്ടേൺ ചെയ്യുക. ഏത് ഫംഗ്ഷനിലേക്ക്, ഡാങ്കിളിംഗ് എന്നുള്ള ഫംഗ്ഷനിലേക്ക് റിട്ടേൺ ചെയ്യുക. ഓക്കെ, സോ റിട്ടേൺ ചെയ്യുന്ന സമയത്ത് നോർമലി എന്താണ്, വൺസ് അത് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് റിമൂവ്സ് എന്താണ്, ആ ആക്ടിവേഷൻ റെക്കോർഡിനെ നമ്മൾ റിമൂവ് ചെയ്യും. നമ്മുടെ സ്റ്റാക്കിൽ നിന്ന് ആക്ടിവേഷൻ റെക്കോർഡിനെ റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്യുമ്പോൾ എന്താണ്, അത് ആക്സസ് ചെയ്ത ഈ ലൊക്കേഷൻ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ നിന്ന് നമ്മൾ റിമൂവ് ചെയ്യും. ഓക്കെ, ഇവിടെ നിന്ന് റിമൂവ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ വരുമ്പോ എന്താണ്, ഈ പി എന്ന് പറയുന്ന ഈ പെർട്ടിക്കുലർ വേരിയബിൾ refers to 1000 എന്നുള്ള അഡ്രസ് which is already deallocated by the procedure called procedure. Okay, called procedure deallocate ചെയ്ത ലൊക്കേഷൻ ആയിരിക്കും റെഫർ ചെയ്യുക. ഓക്കെ, ആ റെഫറൻസിൽ വേറെ ഡീറ്റെയിൽസ് ഒന്നും ഉണ്ടാവില്ല അല്ലെ. സോ such reference is termed as dangling reference. Okay, is it clear? Is it clear? Okay, so this is about എന്താണ് സ്റ്റാക്ക് അലൊക്കേഷൻ. അപ്പൊ സ്റ്റാക്ക് അലൊക്കേഷനിൽ വരുന്ന ഒരുതരം പ്രോബ്ലംസ് ആണ്. അതായത് റീസൺ എന്താണ്, ആക്ടിവേഷൻ റെക്കോർഡിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രൊസീജിയറുടെ ആക്ടിവേഷൻ റെക്കോർഡ് മാത്രമായിരിക്കും സ്റ്റാക്കിനകത്ത് ഉണ്ടാവുക. വൺസ് ആഫ്റ്റർ എക്സിക്യൂഷൻ ഇസ് കംപ്ലീറ്റഡ് ദാറ്റ് ആക്ടിവേഷൻ റെക്കോർഡ് ഇസ് റിമൂവ്ഡ് ഫ്രം ദി സ്റ്റാക്ക്. ഓക്കെ, സോ വീണ്ടും അത് റിട്ടേൺ ചെയ്ത വാല്യൂലേക്ക് നമുക്ക് റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ there arises ഇതുപോലത്തെ പ്രോബ്ലംസ് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ such reference is termed as dangling reference. Okay, so the next allocation is termed as heap allocation. Next allocation is termed as heap allocation. Heap allocation. Next one is heap allocation. What's the use of heap allocation? What's the use of heap allocation? Data will be available as memory even after working a procedure. Okay, അതായത് after execution, അതായത് ഒരു പ്രൊസീജിയർ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാലും the details are available in the memory. Okay, അതായത് once എന്താണ് ഏത് മെയിൻ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന വരെ ആ ഓരോ പ്രൊസീജിയറുടെ ആക്ടിവേഷൻ റെക്കോർഡ് ഇസ് റീറ്റെയിൻഡ് ഇൻ ദി മെമ്മറി. ഓക്കെ, മെയിൻ പ്രോഗ്രാം എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന വരെ ഓൾ ദി പ്രൊസീജിയർ, ഏതൊക്കെ പ്രൊസീജിയർ കോൾ ചെയ്തിട്ടുണ്ടോ ആ പ്രൊസീജിയറുടെ ഒക്കെ ആക്ടിവേഷൻ റെക്കോർഡ് എവിടെയായിരിക്കും ഉണ്ടാവുക, നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവും. ഓക്കെ, സോ ദിസ് അലൊക്കേഷൻ യൂസ്ഡ് അണ്ടർ 2 possible conditions ആണ്. The first one is the values of local names must be retained. The values of local names must be retained when an activation ends. Okay, next point, the called activation outlives the caller. The called activation outlives the caller. The called activation outlives the caller. Okay, so under this 2 condition ഏതാണ് allocation ആണ് ബെസ്റ്റ്? സ്റ്റാക്ക് അലൊക്കേഷൻ ഈ 2 കേസസിലും യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് ലോക്കൽ വേരിയബിൾസ്, ലോക്കൽ വാല്യൂസ് നമുക്ക് റീറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലും പിന്നെ കോൾഡ് ആക്ടിവേഷൻ അല്ലെങ്കിൽ കോൾഡ് പ്രൊസീജിയർ
ഔട്ട്ലിവ്സ് ദി കോളർ. അതിന്റെ ലൈഫ് എന്ന് പറയുന്നത് കോളറിനെക്കാട്ടിലും കൂടുതൽ ലൈഫ് ടൈം ഉണ്ടെങ്കിൽ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, സ്റ്റാക്ക് അലക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇൻ ദാറ്റ് പെർട്ടിക്കുലർ കണ്ടീഷൻ വി ക്യാൻ യൂസ് എന്താണ്, ഹീപ്പ് അലക്കേഷൻ. റീസൺ, ഹീപ്പ് അലക്കേഷനിൽ എന്താണ്, all the activation records are maintained until the program executes. Okay, a main എന്നുള്ള ഫംഗ്ഷൻ ക്ലോസ് ചെയ്യുന്ന വരെ എന്ത് ചെയ്യും, അത് കോൾ ചെയ്ത എല്ലാ പ്രൊസീജിയറിന്റെ ഡീറ്റെയിൽസും ഏതിന്റെ അകത്ത് ഉണ്ടാവും, മെമ്മറിയിൽ ഉണ്ടാവും. ഓക്കെ, so here we can consider an example. S ഒരു പ്രൊസീജിയർ, എസ് ഒരു പ്രൊസീജിയർ, അതിന്റെ കൺട്രോൾ ലിങ്ക്, ബാക്കി ഡീറ്റെയിൽസ് ഉണ്ട്, ആക്ടിവേഷൻ റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. ആക്ടിവേഷൻ കൺട്രോൾ ലിങ്ക് വിച്ച് കോൾസ് എന്താണ്, ആർ എന്നുള്ള പ്രൊസീജിയറിനെ കോൾ ചെയ്തു, വിച്ച് കോൾസ് ആർ. എസ് കോൾസ് എന്താണ്, ആർ. ഓക്കെ, സോ എപ്പോഴും കൺട്രോൾ ലിങ്ക് എന്ന് പറയുന്നത് എന്താണ്, കൺട്രോൾ ലിങ്ക് ഓൾവേസ് പോയിന്റ്സ് ടു ദി ഏത് പ്രോഗ്രാം ആണോ കോൾ ചെയ്തത് അതിനെയായിരിക്കും പോയിന്റ് ചെയ്യുക. ഓക്കെ, സോ സിമിലർലി അഗെയിൻ എന്ത് കോൾ ചെയ്യുക, ആഫ്റ്റർ ആർ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു, മീൻ ടൈം എസ് എന്ന് പറയുന്നത് ഇത് എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് വീണ്ടും എന്താണ്, ഇറ്റ് കോൾസ് എന്താണ്, ക്യൂ എന്നുള്ള പ്രൊസീജിയറിനെ കോൾ ചെയ്യാന്ന് വെച്ചു, ക്യൂ എന്നുള്ള പ്രൊസീജിയറിനെ കോൾ ചെയ്യാം. Okay, this also points to the called procedure. So here activation record of R is maintained until എന്താണ്, ഈ എസ് എന്ന് പറയുന്ന പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്നവരെ, എസ് ആണ് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ എങ്കിൽ എസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നവരെ അത് കോൾ ചെയ്യുന്ന എല്ലാ പ്രൊസീജിയറിന്റെയും ആക്ടിവേഷൻ റെക്കോർഡ് ഇസ് മെയിൻറ്റെയിൻഡ് ഇൻ അവർ മെമ്മറി. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? അതെ. ഓക്കെ, so the next heading is intermediate code generation. Intermediate code generation. So what is intermediate code generation? Intermediate code generation. It's a 3 address code. Okay, what is intermediate code generation? എന്താണ്? മറ്റേ ഒരു സ്റ്റെപ്സിന്റെ ഫേസസ് ഓഫ് കമ്പൈലറിന്റെ അകത്ത് വരുന്ന, അതായത് സെമാന്റിക് അനാലിസിസ് കഴിഞ്ഞിട്ട് വരുന്നു. അതെ, സെമാന്റിക് അനാലിസിസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ ആണ്. സോ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ എന്ന് പറയുന്നത് വിച്ച് ഇസ്, നമുക്ക് ടാർഗറ്റ് കോഡ് ജനറേറ്റ് ചെയ്യാൻ വി നീഡ് ടു റെഫർ എന്താണ്, ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷൻ റെപ്രസെന്റേഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും എന്ത് ജനറേറ്റ് ചെയ്യുന്നത്, ടാർഗറ്റ് കോഡ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, സോ ഇന്റർമീഡിയറ്റ് കോഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നോർമലി 3 അഡ്രസ് കോഡ് ആയിരിക്കും യൂസ് ചെയ്യുക. 3 അഡ്രസ് കോഡ് മാത്രമല്ല, വേറെ കുറെ റെപ്രസെന്റേഷൻസ് ആർ ഓൾസോ ദേർ. ഓക്കെ, സോ അതിനു മുമ്പ് ഇന്റർമീഡിയറ്റ് കോഡ് എന്ന് പറയുന്നത് ഏത് ഫേസിന്റെ ഇടയിലാണ് വരുന്നത്, ഏത് ഫേസ്, സെമാന്റിക് അനാലിസിസ് ഓർ ഫ്രണ്ട് എൻഡ്, 3 ഫേസ് കഴിഞ്ഞിട്ട് ഏതാണ്,
intermediate code. Intermediate code. Okay, so once after determining എന്താണ് intermediate code, we used to perform എന്താണ് code optimization. Okay, so code optimization എന്ന് പറയുമ്പോൾ മെഷീൻ ഇൻഡിപെൻഡന്റ് കോഡ് ഓപ്റ്റിമൈസർ ആയിരിക്കും അതിലേക്ക് അപ്ലൈ ചെയ്യുക in order to reduce the number of steps reduce ചെയ്യും. then ആയിരിക്കും എന്ത് ജനറേറ്റ് ചെയ്യുന്നത് നമ്മുടെ ടാർഗറ്റ് കോഡ് ജനറേറ്റ് ചെയ്യും. Okay, so the next heading is intermediate languages. Intermediate languages. Intermediate languages. Intermediate languages. Intermediate languages. So intermediate languages are first one syntax tree. First one syntax tree. Second one tag, that is direct acyclic graph. Direct acyclic graph. Third is postfix notation. Postfix notation. And fourth is tree address code. Okay, so first syntax tree. Syntax tree എന്താണ്? Syntax tree what is syntax tree? syntax ഒക്കെ മാറ്റുന്നത്. syntax tree എന്ന് പറയുന്നത് നമ്മൾ വരച്ചിട്ടില്ലേ ഇനിഷ്യലി? സിന്റാക്സ് അനാലിസിസിന് വേണ്ടി syntax analysis ന് വേണ്ടിയിട്ട് വരയ്ക്കുന്നതാണ് syntax tree, or it is also called as abstract syntax tree, that is AST. It is also termed as abstract syntax tree. Abstract syntax tree. Syntax tree, or otherwise it is termed as AST, that is abstract syntax tree. Okay, so syntax tree normally represents എന്താണ്? It is a graphical representation ആണ് which depicts the hierarchical structure of source program. Okay, so it is also എന്താണ്? A condensed form of ഏതാണ്? Parse tree ആണ്. നമ്മൾ വരയ്ക്കുന്ന parse treeയുടെ condensed form ആണ് എന്താണ്? Syntax tree എന്ന് പറയുന്നത്. Okay, so consider a grammar. Normally നമ്മൾ യൂസ് ചെയ്യുന്ന grammar, that is E derives E plus T, E derives T, T derives T star F, T derives F, T derives F, F derives opening bracket E, and F derives ID, digit. F derives digit. Okay, now what about the parse tree? For the input 3 star 5 plus 4, 3 star 5 plus 4,
പാസ്റ്റ് ട്രീ ഒന്ന് വരയ്ക്കാമോ വേഗം? ഓൾറെഡി നമുക്കറിയാം പാസ്റ്റ് ട്രീ എങ്ങനെ വരയ്ക്കാം. 3 star 5 for the input, 3 star 5 plus 4. ഗ്രാമർ എഴുതിയായിരുന്നു നിങ്ങൾ ഈ ഒരു ടോപ്പിക് പാസ്റ്റ് ട്രീയും സിന്റാക്സ് ട്രീയും വെച്ചിട്ട് നമുക്ക് നിർത്താം. ഗ്രാമർ എഴുതിയായിരുന്നു നിങ്ങൾ? പാസ്റ്റ് ട്രീം സിന്റാക്സ് ട്രീം സെയിം അല്ലേ? പാസ്റ്റ് ട്രീ സിന്റാക്സ് ട്രീ സെയിം ആണോ? ബൈക്കിന് മനസ്സിലാവും. സെക്കൻഡ് ഇത് വായിച്ചോട്ടെ, ഗ്രാമർ വായിച്ചോട്ടെ. പാസ്റ്റ് ട്രീയില് നോർമലി നമ്മൾ ഈ നോൺ ടെർമിനൽസ് വെച്ചിട്ടായിരിക്കും വരയ്ക്കുക. പാസ്റ്റ് ട്രീയില് നോർമലി എന്താണ് നോൺ ടെർമിനൽസും കാര്യങ്ങളും വെച്ചിട്ടായിരിക്കും പാസ്റ്റ് ട്രീ വരയ്ക്കുക. ദാറ്റ് ഈസ് അനോട്ടേറ്റഡ് പാസ്റ്റ് ട്രീ ഒക്കെ ഓർമ്മയുണ്ടാവും നമുക്ക്. E derives E plus T. Here we need to generate എന്താണ് the input 3 star 5 plus 4. Okay. So this is again T. T നെ വീണ്ടും നമുക്ക് is it clear? നോഡ് ക്ലിയർ ആണോ? അതെ മിസ്. T star F again F. F ന്റെ ഇതാണ് ഡിജിറ്റ്. ഡിജിറ്റ് എന്താണ് 3. ഇവിടെയും ഡിജിറ്റ് ഫൈവ്. എഫ് ഡിജിറ്റ് 4. ഓക്കെ. പാസ്റ്റ് ട്രീയിൽ എന്തായിരിക്കും വരുന്നത്? സോറി, ദിസ് ഇസ് പാസ്റ്റ് ട്രീ. സിന്റാക്സ് ട്രീയിൽ എന്തായിരിക്കും വരുന്നത്? The interior nodes represents the operator and the leaf node which represents എന്താണ് operand. ഓർക്കുന്നുണ്ടോ? Interior nodes which represents the operator and the leaf node which represents the operand. Okay. അപ്പം സിന്റാക്സ് ട്രീ വരയ്ക്കുമ്പോൾ എങ്ങനെയായിരിക്കും വരയ്ക്കാൻ നമ്മള്? വെച്ചിട്ട് വേണ്ട വരയ്ക്കാൻ. ഐഡന്റിഫൈ അല്ല, ഇതിവിടെ ഡിജിറ്റ് അല്ലേ? ഇവിടെ ഏറ്റവും ടോക്കൺ ലീസ്റ്റ് ടോക്കണിന്റെ നെയിം ഡിജിറ്റ് ആണ്, ഐ ഡി അല്ല. ഐ ഡി ആണെങ്കിൽ ഐ ഡി, ഇതിവിടെ എന്താണ് ഡിജിറ്റ് ആണ് വരുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ. സോ ഹിയർ ഇതിന്റെ സിന്റാക്സ് ട്രീ വരയ്ക്കുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ വരയ്ക്കുക? ഇറ്റ് ഇസ് സ്റ്റാർ 3 5 then plus 4. So this is the syntax tree where the interior nodes represents the operator and the leaf nodes which represents the operand. Okay. So this is a pass tree. Adinte condensed form ആണ് എന്ത് syntax tree എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇന്റർമീഡിയറ്റ് കോഡ് ജനറേഷനിൽ നമ്മൾ ഫസ്റ്റ് തന്നെ എന്താ പെർഫോം ചെയ്യുക? സിന്റാക്സ് അനാലിസിസിൽ തന്നെ സിന്റാക്സ് ട്രീ ആണ് ജനറേറ്റ് ചെയ്യുന്നത്. സെമാന്റിക് അനാലിസിസിൽ അതിലേക്ക് മീനിങ് എക്സ്ട്രാ മീനിങ് ആഡ് ചെയ്യാണ്. ദെൻ അതും ഒരു ഇന്റർമീഡിയറ്റ് കോഡിന്റെ റെപ്രസെന്റേഷൻ ആണ്. ഓക്കെ. അതും ഒരു ഇന്റർമീഡിയറ്റ് കോഡിന്റെ ഇതായിട്ട് എടുക്കാം. ഇന്റർമീഡിയറ്റ് ഫോം ലാംഗ്വേജിന്റെ ഒരു റെപ്രസെന്റേഷൻ ആയിട്ട് എന്തോ എടുക്കാം? സിന്റാക്സ് ട്രീ. ഓക്കെ. ഇസ് ഇറ്റ് ക്ലിയർ? സിന്റാക്സ് ട്രീ ആൻഡ് പാസ് ട്രീ. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ എങ്ങനെ നമുക്ക് ഒരു എക്സ്പ്രഷൻ വരുമ്പോൾ എങ്ങനെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യണം, പ്ലസ് ഏതൊക്കെ ഫംഗ്ഷൻസ് വെച്ച് കൺസ്ട്രക്ട് ചെയ്യാം, പ്ലസ് അതിന്റെ സിന്റാക്സ് ഡയറക്റ്റീവ് ഡെഫിനിഷൻ, കൺസ്ട്രക്ഷന്റെ സിന്റാക്സ് ഡയറക്റ്റീവ് ഡെഫിനിഷൻസ് നമുക്ക് എഴുതാം. ഓക്കെ. Attendance Adil, Abhijit, Akshara, Present, Miss.
Anjali, Present, Miss. Anju, Anjo. മിസ്സേ ആൻഡ് ഉണ്ടായിരുന്നു രണ്ടു. Ah. Aparna D. Aparna Pratap. Arvind. Arvind ഇല്ലേ? അർജുൻ ഉണ്ട്. ബിച്ചു. മിസ് എന്നെ വിളിച്ചില്ലായിരുന്നു. 10 വിളിച്ചില്ലായിരുന്നു. ആരോ സോറി. ജീവൻ. ജോസൻ. Present, Miss. കൃഷ്ണരാജ്. Present, Miss. മാധവ്. പ്രസന്റ് മിസ്. മറിയ. Present, Miss. മെർലിൻ. Present, Miss. മുബിൻ. ഹാഫിസ്. റുബിൻ. റുബിൻ. Present, Miss. നജ്മ. നൗറിൻ. Present, Miss. പാർവതി. സാന്ദ്ര. Present, Miss. ശ്രീപ്രസാദ്. Present, Miss. ശ്രുതി പ്രസന്റ്. വിഷ്ണുപ്രിയ. മിസ്സേ വിഷ്ണുപ്രിയയുടെ മൈക്ക് അൺമ്യൂട്ട് ആകുന്നില്ല. ഓക്കെ. റജീന. Present, Miss. അഖിൽ. മിസ് പ്രസന്റ്. ഓക്കെ വിഷ്ണുപ്രിയ. ജോസ്നി. Present, Miss. ഓക്കെ ആക്സെന്റഡ് അരവിന്ദ്, നജ്മ ആൻഡ് പാർവതി. Okay, so we can see in the next class. Thank you. Thank you.